ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു യാത്ര പോകാൻ പോവാണ് ഗായ്സ്. അതെവിടേക്കാണെന്ന് വഴിയെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഭക്ഷണം കഴിച്ച് തന്നെ നമ്മുടെ യാത്ര ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല തട്ടാണ് ഗായ്സ്. ട്രെയിനിൻ്റെ സമയം പെട്ടെന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതുണ്ടായില്ല ഗായ്സ്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി, ഓടിച്ചാടി വന്ന് കയറി. നമ്മുടെ യാത്ര അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിലെ ഗവി എന്ന സ്ഥലത്തേക്കാണ്. നമ്മുടെ യാത്ര സ്റ്റാർട്ടായത് എറണാകുളത്ത് നിന്നാണ് ഗായ്സ്. ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് വവ്വാലിനെ പോലെ തൂങ്ങിക്കിടക്കാമെന്ന് സുന്നി. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം എൻജോയ് ചെയ്തും ഓരോ നിമിഷങ്ങളും അടിപൊളിയാക്കിയിട്ടാണ് നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഒരു ഓളത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോവാണ് ഗായ്സ്. ഒരു ഐഡിയ ഇല്ല, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകണം, എവിടെ നിന്ന് ബസ് കയറണം, എവിടെ നിന്നാണ് നമുക്ക് ഗവിക്ക് പോകാനുള്ള ബസ് കിട്ടുക എന്നൊന്നും അറിയില്ല. അങ്ങനെ ട്രെയിനിൽ നിന്ന് നമ്മൾ ഇറങ്ങി പുറത്തോട്ട് കടക്കാൻ പോവാ. അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂരെത്തി. ബാക്കി അപ്ഡേഷൻ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം തപ്പി നടക്കുകയാണ് ഗായ്സ്. അങ്ങനെ സ്ഥലത്ത് വന്നു, കുറച്ച് നേരം ഇരുന്നു, വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി ഇങ്ങനെ ഇരുന്നു ഗായ്സ്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ ആറന്മുള എന്ന് പറഞ്ഞൊരു ബസ് കണ്ടു. അങ്ങനെ ഒന്നും നോക്കിയില്ല, നമ്മൾ ആറന്മുളയിലോട്ട് വിട്ടു. എങ്ങോട്ടാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല, എന്നാലും എങ്ങോട്ടോ നടക്കുന്ന ഞങ്ങൾ. ഒരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലമാണ് ആക്ച്വലി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വേറൊരു റോഡും കൂടി പിടിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം നമ്മൾ കാണാനിടയായത്. വല്ലാത്തൊരു വൈബുള്ള സ്ഥലമാണ് ഗായ്സ്. അടിപൊളിയായിരുന്നു കാണാൻ. എൻ്റെ ക്യാമറയിൽ അത്ര ക്ലാരിറ്റി ഇല്ലെങ്കിലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ ഒരു നല്ലൊരു സീനറി തന്നെ ആ ഒരു സ്ഥലത്തിനുണ്ടായിരുന്നു. അല്ലേ, അത് ചൂട്ട് സമയത്ത് തിന്നുന്നു ഗായ്സ്. അങ്ങനെ അവിടുത്തെ മനോഹാരിതമെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വിട പറയുകയാണ് ഗായ്സ്. നമ്മൾ വിട പറയുകയാണ്. അങ്ങനെ ആവേശത്തിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അവിടുന്ന് ബസ് കയറി പത്തനംതിട്ട. അതെ, നമ്മൾ പത്തനംതിട്ടയിലേക്ക് ഇവിടുന്ന് 1.5 മണിക്കൂറുണ്ട് ഗായ്സ്, 1.5 മണിക്കൂർ. ഇന്നിപ്പോൾ ഇത്രയും ഇരുട്ടിയ സ്ഥിതിക്ക് ഗവി യാത്ര നാളെ രാവിലെ തുടർന്നാലോ എന്നുള്ളൊരു ആലോചനയുമായിട്ട് ജ്യൂസ് കുടിക്കാൻ കടയിൽ കയറി. അങ്ങനെ നമ്മുടെ ജ്യൂസ് വന്നെത്തി. ജ്യൂസ് കുടിച്ചോണ്ടിരിക്കെ തന്നെ നമ്മളത് കൺഫേം ചെയ്തു. ഇന്ന് യാത്ര സ്റ്റോപ്പാക്കിയിട്ട് നാളെ രാവിലെ നേരത്തെ തന്നെ തുടങ്ങാനുള്ള ആ ഒരു ആലോചന കൺഫേം ആക്കി. അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുക്കാനുള്ള താവളം തപ്പുന്നു. യെസ്, അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് നാളെ കാണാം. ബൈ.